10 മാസത്തിൻ്റെ കണക്ക് പറഞ്ഞതിൻ്റെ കൂട്ടത്തിലൊന്നും വളർത്തിയെടുത്തെന്നും ഉപ്പാൻ്റെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ സംസാരത്തിനെ കുറിച്ചൊന്നും ഞാനധികം കേട്ടിട്ടില്ല. പ്രവാസിയായിരുന്നു എൻ്റെ ഉപ്പച്ചി. പ്രവാസ ലോകത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് ആകാശത്ത് നോക്കി പണിയെടുത്തൊരു ഉപ്പാൻ്റെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ആരെക്കുറിച്ചല്ല, എൻ്റെ ഉപ്പച്ചീനെ കുറിച്ച് തന്നെ. എൻ്റെ ഉപ്പച്ചി ഒരു പെയിൻറ്ററായിരുന്നു. പ്രൗഡ് ഓഫ് എൻ്റെ ഉപ്പച്ചി ഒരു പെയിൻറ്ററായിരുന്നു. ഉപ്പച്ചി ഉമ്മച്ചീനോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ അധികം പടച്ചവനെ കണ്ടിട്ടുള്ളത്, എന്നും കാണുന്ന ഒരാളാണ് ഞാനെന്നാ. ഉമ്മച്ചി അത് കൗതുകത്തോടെ ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾ എന്നും കാണുന്നത്? വലിയ വലിയ മാളികകൾ അടിക്കുന്ന സമയം എപ്പോഴും ചിലപ്പോഴേക്ക് ആകാശത്തെ നോക്കാം, അപ്പം പടച്ചവനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ആരോഗ്യം, എൻ്റെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്കും നിനക്കും വേണ്ടി പണിയെടുത്തതെന്ന് എൻ്റെ ഉപ്പ പറയുമ്പോൾ ആ ഉപ്പയോടുള്ള കടപ്പാട് ഏത് ജന്മം കൊണ്ടാണ് കിട്ടേണ്ടതെന്ന് അറിയില്ല ഗൈസ്. നിങ്ങളുടെ വീട്ടിലും അതുപോലൊരു സാന്ത്വനമായൊരു ഉപ്പയില്ലേ, ഒന്ന് ചേർത്ത് പിടിച്ചോളൂ കേട്ടോ. ആ ഉപ്പായെ ഒന്ന് നേരെ ഒന്ന് ചേർത്ത് പിടിച്ചോളൂ. കാരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പടച്ചോൻ തിരിച്ചു തരാത്ത മാണിക്യങ്ങളിൽ ഒന്ന് അത് ഉപ്പയും കൂടെയാണ്.